നമസ്കാരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇപ്പോൾ 4G വ്യാപനത്തിന്റെ തിരക്കിലാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ 5G അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും മറുവശത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. 1,00,000 4G സൈറ്റുകൾ സജ്ജമാക്കാനാണ് BSNL TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകിയിരിക്കുന്നത്. അതിൽ 62,000 4G ടവറുകൾ ഇതിനകം സജ്ജമായതായി BSNL അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന പ്രദേശങ്ങളിലും എത്രയും വേഗം 4G ടവറുകൾ സ്ഥാപിക്കാൻ BSNL കാര്യമായ പരിശ്രമം നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കുന്നത്. 4G വ്യാപനം കാര്യമായി നടക്കുന്നതിനിടെ BSNL വരിക്കാർക്ക് പ്രതീക്ഷ പകർന്നുകൊണ്ട് BSNL 5G എപ്പോൾ ലഭ്യമാകുമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 മധ്യത്തോടെ BSNL 5G എത്തുമെന്നാണ് മന്ത്രി പറയുന്നത്. അതായത് ഏപ്രിൽ-മെയ് മാസത്തോടെ 4G വ്യാപനം പൂർത്തിയാക്കുകയും 5G സേവനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്യും. BSNL 4G വ്യാപനം തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ അത് ഇതുവരെ പൂർത്തിയായിട്ടുമില്ല. 2023 ആരംഭിച്ച BSNL 4G വ്യാപനം ഏതാണ്ട് 2025 ഏപ്രിലോട് കൂടിയാകും പൂർത്തിയാവുക. എന്നാൽ 4G അവതരിപ്പിക്കുന്നതിലുണ്ടായ ഈ കാലതാമസം 5G സേവനങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലും ഉണ്ടാകുമെന്ന് ഉപയോക്താക്കൾ ഭയക്കേണ്ടതില്ല. കാരണം 4G വ്യാപനം നടത്തുന്നതിനേക്കാൾ വളരെ ലളിതമായി BSNL 5G അവതരിപ്പിക്കാനാകുമെന്ന് അധികൃതർ പറയുന്നുണ്ട്. BSNL 5Gക്കായുള്ള അടിത്തറ കൂടി പാകിക്കൊണ്ടാണ് 4G വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. 4G വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ചെറിയൊരു ടെക്നോളജി അപ്ഡേഷനിലൂടെ അതിവേഗം 5Gയിലേക്ക് മാറാൻ BSNLന് കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. 4G സേവനങ്ങൾ ആരംഭിക്കാനുള്ള പ്രാരംഭഘട്ടത്തിൽ BSNL ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. തദ്ദേശീയ ടെക്നോളജി ഉപയോഗിച്ച് വേണം 4G വ്യാപനം നടത്താനെന്നാണ് കേന്ദ്ര സർക്കാർ BSNLന് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അക്കാലത്ത് അത്തരമൊരു ടെക്നോളജി ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു. പിന്നീട് C-DOT വികസിപ്പിച്ച 4G ടെക്നോളജി ഉപയോഗിച്ചാണ് BSNL 4G സേവനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 5Gയുടെ കാര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും BSNLന് മുന്നിലില്ല. കാരണം 4G വ്യാപനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തദ്ദേശീയമായി 5G ടെക്നോളജി വികസിപ്പിക്കാൻ BSNLന് കഴിഞ്ഞു. അതും സർക്കാർ ഉടമസ്ഥതയിലുള്ള C-DOT നേതൃത്വത്തിലാണ് വികസിപ്പിച്ചത്. അതിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. അതിനാൽ 4G വ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് 5G സേവനങ്ങളിലേക്ക് അതിവേഗം കടക്കാൻ BSNL സജ്ജമാണ്. BSNLനായി തദ്ദേശീയമായി 4G ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് മറ്റൊരു നേട്ടം കൂടിയുണ്ട്. ഈ 4G സ്റ്റാക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാമെന്നതാണ് അത്. ആഗോളതലത്തിൽ സ്വന്തമായി 4G സ്റ്റാക്കുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിട്ടുണ്ട്. 5G വ്യാപനത്തിനു ശേഷം ഇന്ത്യയിൽ ഒരു ടെലികോം മാനുഫാക്ചറിംഗ് സോൺ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും സിന്ധ്യ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ടെലികോം മേഖലയുടെ വളർച്ചയ്ക്ക് നിർമ്മാണം പ്രധാനമാണ്. അതിനാൽ ഈ മേഖലയ്ക്കായി പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ശ്രമങ്ങൾ ഏകദേശം 65,000 കോടി രൂപ വരുമാനവും 13,800 കോടി രൂപ കയറ്റുമതിയും ഉണ്ടാക്കുകയും അതിന്റെ ഫലമായി ഏകദേശം 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്.